നമസ്കാരം ചേട്ടാ. ഇന്നലെ തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിൽ നടന്ന സംഭവ വികാസങ്ങൾ പേക്കൂത്തുകൾ എന്നല്ലാതെ ഇതിനെക്കുറിച്ച് വേറെന്ത് പറയാനാണ്. അതായത് നമ്മുടെ ശിവൻകുട്ടി അപ്പൂപ്പന്റെ നേതൃത്വത്തിൽ നിയമസഭയിൽ നടന്ന അതേ പേക്കൂത്തിന്റെ രണ്ടാമത്തെ വേർഷനാണ് കോൺഗ്രസ് സഖ്യം ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം നടപ്പിലാക്കിയത്. CPM ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം നടപ്പിലാക്കിയത് എന്നുള്ളത് ജനങ്ങൾക്ക് ഏകദേശം വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. BJP ഭരണകൂടത്തിനെതിരെ കോടതിയിൽ ചെന്നപ്പോ അവിടുന്ന് നല്ല തിരിച്ചടിയാണ് കിട്ടിയത്. കാരണം അവര് പറഞ്ഞത് ഈ കൗൺസിലർമാരുടെ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റദ്ദാക്കണം, അവരെ അയോഗ്യരാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതിയിലേക്ക് പോയത്. എങ്കിൽ കോടതി അതിന് അനുവദിച്ചില്ല. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്തവരെ അയോഗ്യരാക്കുവാനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കുവാൻ കഴിയില്ല എന്ന് തന്നെയാണ് കോടതി അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയം, അതായത് CPM-നെ കൂട്ടുപിടിച്ച് ഇന്ത്യ മുന്നണി സഖ്യം രൂപീകരിച്ച് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചെങ്കിലും അത് അമ്പേ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇതിന്റെ രണ്ടിന്റെയും ചമ്മൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശിവൻകുട്ടി അപ്പൂപ്പന്റെ നേതൃത്വത്തിൽ ശബരിനാഥും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ആസൂത്രിത നാടകമാണ് ഇന്നലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അരങ്ങേറിയത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഭരണാധികാരി സത്യസന്ധനും നീതിമാനും ശക്തനുമാണ് എങ്കിൽ ഇതുപോലെ കുറെ ചെന്നായകൾ ഓലിയിട്ടുകൊണ്ട് ആക്രമിക്കാൻ വരുമെന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. കാലാവധി കഴിഞ്ഞ് ജനങ്ങളൊക്കെ ഭരണത്തിൽ നിന്നും പറഞ്ഞുവിട്ട, കോർപ്പറേഷനിൽ നിന്നും പറഞ്ഞുവിട്ട, ഈ സംസ്ഥാനത്ത് നിന്നും താഴെ ഇറക്കിയ ആൾക്കാരൊക്കെ വീണ്ടും കോർപ്പറേഷനെ ചുറ്റിപ്പറ്റി അവിടെ കിടന്ന് കറങ്ങുന്നുവെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വളരെ വ്യക്തമായി നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. മറ്റ് കോർപ്പറേഷനുകളിലും മേയർമാരുണ്ട്. എന്നാൽ VV രാജേഷ് അതിൽ നിന്നും വ്യത്യസ്തനാവുന്നത് ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുകയും രാത്രി 10 മണിക്കും 11 മണിക്ക് പോലും ചെന്നാൽ, അവധി ദിവസങ്ങളിൽ പോലും ചെന്നാൽ അദ്ദേഹത്തെ കാണാൻ ആർക്കും സാധിക്കുമെന്നുള്ളത് കൊണ്ടും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടും മാത്രമാണ്. അദ്ദേഹത്തിന്റെ ഈ സദ്ഭരണം മുന്നോട്ട് കൊണ്ടുപോയാൽ രണ്ട് മുന്നണികൾക്കും അപകടമാണ് എന്ന് തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം വൃത്തികെട്ട പേക്കൂത്തുകൾ നടത്തിയത്. ശബരിനാഥൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഉന്നതനായ ഒരു കോൺഗ്രസ് നേതാവിന്റെ ഒരു നല്ല വ്യക്തിത്വത്തിന്റെ മകനാണ് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അദ്ദേഹത്തിനുണ്ടായ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി മകനില്ലാതെ പോയി എന്നുള്ളത് വളരെ ഖേദകരമാണ്. കാരണം മഹാഭാരതത്തിലെ ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്യുന്നത് പോലെയായിരുന്നു ഇന്നലത്തെ ശബരിനാഥിന്റെ കോർപ്പറേഷനിലുള്ള പ്രകടനങ്ങൾ. കുറെ സ്ത്രീ കൗൺസിലർമാരെ മുൻനിർത്തിക്കൊണ്ട് സുരക്ഷാ കവചമാക്കിക്കൊണ്ട് പിന്നിൽ നിന്ന് ആക്രോശിക്കുകയും ബഹളം കാണിക്കുകയും ചെയ്യുന്ന ശബരിനാഥിനെയാണ് നമ്മൾ കണ്ടത്. മ്ലേച്ഛമല്ലേ ശബരിനാഥെ? ഇതൊക്കെ